ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ തരിശു നിലങ്ങളിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാഠഭാഗത്തിൻ്റെ ആശയം ഡിസ്കസ് ചെയ്ത വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇതിലെ പഠന പ്രവർത്തനം നോക്കാം. കവിതയ്ക്ക് ഉചിതമായ ഈണം കണ്ടെത്തി അവതരിപ്പിക്കാൻ എന്നുള്ളതാണ് ഫസ്റ്റ് പ്രവർത്തനമായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം, തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെയും കരിമുകിലുകളെയും കവി അവതരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, ഈ തരിശു നിലങ്ങളിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയം എന്താണ്? അധ്വാനത്തിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലേ, ആ ഒരു തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെ കരിമുകിലുകളെയും കവി അവതരിപ്പിച്ചിരുന്ന വരികൾ കണ്ടെത്താനാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ. അല്ലേ, കവി തൊഴിലാളികളെ മുകിലിനോട് ഉപമിക്കുന്നു. കരിമുകിൽ പറഞ്ഞാൽ കാർമേഘം, മഴ പെയ്യിക്കാൻ എത്തുന്ന കാർമേഘത്തെ പോലെ തരിശായി കിടക്കുന്ന ഭൂമിയിൽ ജീവൻ പകരാനെത്തുന്നവരാണവർ. ഈ വരികളിലൂടെ കവി തൊഴിലാളികളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ, അതാണ് ഒരു വരി. അടുത്ത് നമുക്ക് നോക്കാം. എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. അല്ലെ, കാഠിന്യത്തെ അതിജീവിച്ച് വയലിലെത്തുന്ന വേലക്കാരെ കാർമുകിലിനോട് ഉപമിച്ചു. പ്രകൃതിയുടെ പുനർജന്മത്തെ പ്രതിനിധീകരിക്കുന്ന വരികളാണിത്. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകളും. അല്ലേ, ഇതെന്താണ്? തയ്യാറായി നിൽക്കുന്ന കരിമുകിലിൽ നിന്ന് വരുന്ന ഇടിമിന്നൽ പോലെ തൊഴിലാളികളെ കണ്ണുകളിൽ പ്രതീക്ഷയും ഉന്മേഷവും നിറഞ്ഞിരിക്കുന്നു. അല്ലേ, മഴ പെയ്യാനായിട്ട് നിൽക്കുന്ന കാർമേഘത്തിൻ്റെ ഉള്ളിൽ എന്താണ്? തെളിനീരുണ്ടാകും. അതുപോലെ തൊഴിലാളികളുടെ കണ്ണുകളിൽ എന്താണ്? പ്രതീക്ഷയും ഉന്മേഷവും നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. അടുത്ത വരി, തളരാതുയരും കൈകളിലുണ്ട് അഴകായി വിളയും വിത്തുകളും. അല്ലെ, പൊന്നണിയിക്കാനുള്ള വിത്തുകളുമായി തോൽപ്പിക്കാനാവാത്ത കരുത്തും ദൃഢനിശ്ചയവുമായിട്ടാണ് തൊഴിലാളികൾ വരുന്നത്. അപ്പോൾ തൊഴിലാളികൾ തരിശു നിലയത്തിലേക്ക് വരുന്നത് അവരുടെ കയ്യിൽ വിത്ത്, തോൽപ്പിക്കാനാവാത്ത ആ വിത്തുമായിട്ടാണ്. അവരുടെ കയ്യിലെ വിത്തുകൾ നിലത്തിന് അല്ലെങ്കിൽ ഭൂമിക്ക് പുതുജീവൻ നൽകുന്നു എന്നാണ് ഈ വരികളിലൂടെ കവി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയായി വേലക്കാരവരടച്ചു വരുമ്പോൾ എന്താണ്? തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത്? ചർച്ച ചെയ്യുക. ഇതുപോലെയുള്ള മറ്റു വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വരി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ വരികളിൽ തൊഴിലാളികളുടെ കൂട്ടായ ശക്തിയെയും അധ്വാനത്തെയും വീരത്തെയും ചിത്രീകരിക്കുന്നു. തൊഴിലാളികളുടെ ഈ സവിശേഷതയെല്ലാം ചേർന്നാണ് അവരെ കരുത്തരാക്കുന്നത്. ഈ കരുത്ത് അവർക്ക് ഏത് വെല്ലുവിളികളെയും നേരിടാനും മാറ്റങ്ങൾ സൃഷ്ടിക്കാനുമുള്ള കഴിവ് നൽകുന്നു. അടുത്ത വരി ഏതാണ്? മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യം. ഇവിടെ തൊഴിലാളികളുടെ അസാമാന്യമായ കർമ്മശേഷിയാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് ഏത് വെല്ലുവിളികളെയും മറികടക്കാനുള്ള ആത്മധൈര്യമുണ്ട്. ആ ഒരു ധൈര്യത്തോടെയാണ് അവർ വരുന്നത്. അണിയായി വേലക്കാരവടെ വെച്ചണയുമ്പോൾ ഈ വരിയിൽ ദൃഢനിശ്ചയത്തെ കാണാം. അല്ലേ, ഈ പ്രയോഗം അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നാണ്. ഒരു തളർച്ചയുമില്ലാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ ശക്തി 10 മടങ്ങായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരികളിലെല്ലാം അധ്വാനിക്കുന്ന വേലക്കാരുടെ ആ ഒരു ഒത്തൊരുമയും അവരുടെ ആ ദൃഢനിശ്ചയമൊക്കെയാണ് കാണാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. ഇനി കവിതയിൽ നിന്നുള്ള മറ്റ് വരികൾ ഏതൊക്കെയാണ്? കരിമുകിൽ പോലെ വേലക്കാർ. അല്ലേ, തൊഴിലാളികളുടെ വരവിനെ കരിമുകിലിനോട് ഉപമിക്കുന്നതിലൂടെ അവരുടെ വരവ് പ്രതീക്ഷയും മാറ്റവും വാഗ്ദാനം ചെയ്യുന്നതാണെന്ന് കവി സൂചിപ്പിക്കുന്നു. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകളും. ഈ വരിയിൽ തൊഴിലാളികളുടെ ദൃഢനിശ്ചയത്തെയും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള അവരുടെ കഴിവിനെയും പ്രതിഫലിപ്പിക്കുന്നു. അടുത്ത വരി ഏതാണ്? അവരുടെ കാൽപ്പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടു മെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ്റെ ജീർണതകൾ. തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾ പഴയ വ്യവസ്ഥിതിയെ തകർക്കുന്നതിനെയും പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുന്നതിനെയും ഈ വരികൾ ചിത്രീകരിക്കുന്നു. ഇതൊക്കെ കവിതയിൽ നിന്നുള്ള വരികളാണ് കേട്ടോ. നിങ്ങൾ പാഠപുസ്തകത്തിൽ നോക്കിയാൽ ഈ വരികളൊക്കെ അടയാളപ്പെടുത്തുക, എന്നിട്ട് വേണം എഴുതിയെടുക്കാൻ കേട്ടോ.
അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയടങ്കം വെട്ടുന്നോർ മൃതിയായിടും പട്ടിണിയിൽ സ്വയമെരിയുമ്പോൾ ജീവിപ്പോൾ. അല്ലെ, ഈ വരികൾ തൊഴിലാളികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെയും അവരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തെയുമാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും വരികളാണ് ആ പാഠഭാഗത്തു നിന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധ്വാനവർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു നിലങ്ങളിലേക്ക്. അല്ലേ, അധ്വാനവർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു നിലങ്ങളിലേക്ക് എന്ന കവിത. ഈ കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക എന്നാണ് ചോദ്യം. എങ്ങനെ നമുക്ക് എഴുതാം? അധ്വാനവർഗത്തിൻ്റെ എന്താണ് കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി പ്രസ്താവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തരിശു നിലയങ്ങളിലേക്ക് എന്ന കവിത അധ്വാനവർഗത്തിൻ്റെ ജീവിതവും അവരുടെ അധ്വാനത്തോടുള്ള സമീപനവും വരച്ചു കാട്ടുന്ന ഒന്നാണ്. ദാരിദ്ര്യത്തോടും കഷ്ടതകളോടും അംഗം വെട്ടി മുന്നേറുന്ന പട്ടിണിയിൽ എരിയുമ്പോഴും പൊരുതി ജീവിക്കുന്നവരാണ് അധ്വാനവർഗം. എങ്കിലും അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ കരിങ്കൽ കുന്നുകൾ പോലും പൊടിഞ്ഞു തകരുന്നു. കവിതയിലെ വേലക്കാർ കഠിനാധ്വാനികളായ അധ്വാനവർഗത്തെ പ്രതിനിധീകരിക്കുന്ന കരിമേഘങ്ങളോടും ഇടിവാളുകളോടും അവരെ ഉപമിക്കുന്നത് അവരുടെ കൂട്ടായ ശക്തിയെയും ദൃഢനിശ്ചയത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ കണ്ണുകളിലെ തിളക്കം പ്രതീക്ഷയെയും അവരുടെ കൈകളിലെ വിത്തുകൾ വളർച്ചയുടെയും പൊതുജീവനത്തിൻ്റെയും പ്രതീകമാണ്. അവർ വെറും തൊഴിലാളികളല്ല, മറിച്ച് പ്രകൃതിയുടെയും സമൂഹത്തിൻ്റെയും പുനരുജ്ജീവനത്തിൽ പങ്കുചേരുന്നവരാണ് അവർ. തരിശു നിലങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കരുതിയിറങ്ങിയവരാണ്. അവരുടെ ഹൃദയങ്ങൾ ഈ ലക്ഷ്യത്തിനായി സ്പന്ദിക്കുന്നു. അതേസമയം കവിത അധ്വാനവർഗം നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. നിരവധി നരകങ്ങളിൽ വറുതിയോട് അംഗം വെട്ടുന്നവർ എന്നും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിക്കുന്നവർ എന്നും അവരെ വിശേഷിപ്പിക്കുന്നത് അവരുടെ കഷ്ടപ്പാടുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ജീവിതം ദുരിതപൂർണമാണെങ്കിലും അധ്വാനത്തോടുള്ള അവരുടെ സമർപ്പണവും അഭിമാനവും അവരെ മുന്നോട്ട് നയിക്കുന്നു. അധ്വാനത്തിലൂടെ അവർ വെറും ഉപജീവനം നേടുന്നതിനപ്പുറം ലോകത്ത് മാറ്റം വരുത്തുകയും അവരുടെ അസ്തിത്വത്തിന് അർത്ഥം കണ്ടെത്തുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. തൊഴിലാളികളുടെ സംഘശക്തി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെങ്ങനെ? കവിതയിലെ മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് പ്രയോഗഭംഗി വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വരികളിലെ തൊഴിലാളികളുടെയും വാക്കുകളുടെയും ഹൃദയസ്പന്ദനങ്ങളെയും ഇടിമുഴക്കത്തോട് ഉപമിച്ചുകൊണ്ട് അവരുടെ സംഘശക്തിയെ കവി പ്രകടമാക്കുന്നു. കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ദൃഢനിശ്ചയത്തെയും ഹൃദയസ്പന്ദങ്ങൾ അവരുടെ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ ശബ്ദങ്ങൾ ഒന്നു ചേർന്ന് ആകാശത്തെ തന്നെ കിടിലം കൊള്ളിക്കുന്ന ഇടിമുഴക്കം പോലെയാകുന്നു. അത് അവരുടെ കൂട്ടായ ശക്തിയുടെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു. പ്രയോഗഭംഗിയുടെ വിശകലനം. ഉപമകളുടെയും രൂപങ്ങളുടെയും ഉപയോഗം. കവിത മുഴുവനും സമ്പന്നമായ ഉപമകളും രൂപകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തൊഴിലാളികളെ കരിമുകിൽ പോലെ എന്നും അവരുടെ കൈകളിലെ വിത്തുകളെ അഴകായി വിളയും വിത്തുകളും എന്ന് വിശേഷിപ്പിക്കുന്നത് അവരുടെ പ്രാധാന്യത്തെയും സൃഷ്ടിപരമായ കഴിവിനെയും എടുത്തു കാണിക്കുന്നു. ശബ്ദചിത്രങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ്? ഇടിവാളുകൾ, അടിപതറാതൊരു ദൃശ്യത, തകർന്നടിയുന്നു, ഗതകാലത്തിൻ്റെ ജീർണതകൾ തുടങ്ങിയ വാക്കുകൾ വായനക്കാരൻ്റെ മനസ്സിൽ ശക്തമായ ശബ്ദാനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു. തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളുടെയും അവർ സൃഷ്ടിക്കുന്ന മാറ്റങ്ങളുടെയും തീവ്രത ഈ ശബ്ദങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രതീകങ്ങളുടെ ഉപയോഗം. തരിശുനിലങ്ങൾ വെറുമൊരു ഭൂപ്രകൃതിയല്ല, മറിച്ച് അവഗണനയുടെയും ചൂഷണത്തിൻ്റെയും പ്രതീകമാണ്. തൊഴിലാളികളുടെ വരവ് ഈ നിലങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും പ്രത്യാശയുടെ പ്രതീകങ്ങളായി മാറ്റുകയും ചെയ്യുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പുമിരമ്പുന്നൊരൂർജവും യുവാക്കൾ തൻ ഞരമ്പിലൂടെ പാളും നൂതന ചൈതന്യവും പാറ വെട്ടാനും പുഴയ്ക്കണ കെട്ടാനും വിദ്യുദ്ധാരയാൽ പൊതുകർമ്മശാലകളൂട്ടിടാനും കൂട്ടായ കൃഷിഭൂവിൽ യന്ത്രത്തിൻ്റെ കലപ്പയാൽ പൂട്ടാനും കതിർകൊയ്തു കൂട്ടാനും ത്വരിക്കവേ ആ മഹാസംരംഭത്തിൻ്റെ സംഘഗാനത്തിൽ ചേർന്നു നാം അനുഭവിക്കാം പണ്ടില്ലാത്തൊരഭിമാനം. അല്ലേ? യുഗപരിവർത്തനം, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ. മുകളിൽ നൽകിയ വരികളുടെ ആശയത്തിന് യോജിച്ച വരികൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ഇവിടെ ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ തയ്യാറാക്കാം താരതമ്യക്കുറിപ്പ്? യുഗപരിവർത്തനം എന്ന കവിതയിൽ വൈലോപ്പിള്ളി പുരോഗമനത്തിൻ്റെയും സാമൂഹിക പരിവർത്തനത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ചു പാടുന്നു. പുതിയ ഊർജവും ചൈതന്യവും കൊണ്ട് യുവാക്കൾ പാറ വെട്ടിയും പുഴയ്ക്ക് അണ കെട്ടിയും യന്ത്രക്കലപ്പയാൽ കൃഷിഭൂമി ഉഴുതുമറിച്ചും കതിർ കൊയ്തും യുഗപരിവർത്തനത്തിൽ കൃഷി, വൈദ്യുതീകരണം, പൊതുമേഖലാ വ്യവസായങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ പരിവർത്തനത്തിൻ്റെ ഭാഗമാണ്. കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ എന്ന തിരുനെല്ലൂർ കരുണാകരൻ്റെ വരികൾ സമാനമായ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വരികൾ സാമൂഹിക അനീതിക്കെതിരെ പോരാടുന്ന തൊഴിലാളികളുടെ ചിത്രം വരയ്ക്കുന്നു. വരണ്ടുണങ്ങിയ വയലുകളിലേക്ക് ജീവൻ പകരാൻ വരുന്ന അവർ കരുത്തും ഐക്യവും പ്രകടിപ്പിക്കുന്നു. ദാരിദ്ര്യത്തോടും കഷ്ടതകളോടും അംഗം വെട്ടി മരണം വിഴുങ്ങുന്ന, പട്ടിണിയിൽ എരിയുമ്പോഴും പൊരുതി ജീവിക്കുന്ന അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ കരിങ്കൽ കുന്നുകൾ പോലും പൊടിഞ്ഞു തകരുന്നു. രണ്ട് കവിതകളും വ്യത്യസ്തമായ സാഹചര്യങ്ങളെ ചിത്രീകരിക്കുമ്പോഴും അവ അധ്വാനം, പുരോഗതി, പരിവർത്തനം, കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ശക്തി എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശങ്ങൾ നൽകുന്നു. യുഗപരിവർത്തനത്തിൽ അത് സാങ്കേതിക മാറ്റവും സാമൂഹികമായ മാറ്റങ്ങളിലൂടെയാണെങ്കിൽ തരിശു നിലയങ്ങളിലേക്ക് എന്ന കവിതയിൽ അത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഉണർച്ചയിലൂടെയാണ്. രണ്ട് കവിതകളിലെയും കഥാപാത്രങ്ങൾ പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കുകയും അവയെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തരിശു നിലങ്ങളിലേക്ക് എന്ന കവിത കൂടുതൽ കാർഷിക പശ്ചാത്തലത്തിൽ വേരുറപ്പിച്ചിരിക്കുന്നു. അതേസമയം യുഗപരിവർത്തനം സാങ്കേതികവും വ്യാവസായികവുമായ പുരോഗതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഠിനാധ്വാനത്തിലൂടെയും ഐക്യത്തിലൂടെയും പ്രതിബന്ധങ്ങളെ മറികടന്ന് ഒരു മെച്ചപ്പെട്ട ഭാവി സൃഷ്ടിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം അവ പങ്കുവെക്കുന്നു. ഇത്രയുമാണ് പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങൾ. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.